സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും കേരള കലാമണ്ഡലം പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. അധ്യാപകർ മുതൽ സെക്യൂരിറ്റി ജീവനക്കാർ വരെയുള്ള 120ഓളം താൽക്കാലിക ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. സംഭവത്തിൽ തപസ്യയും BJPയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഡിസംബർ 1-ാം തീയതി മുതൽ ജീവനക്കാർ ആരും ജോലിക്ക് വരേണ്ടതില്ല എന്ന് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഉത്തരവിറക്കി. ഒരു അധ്യയന വർഷത്തിന്റെ ഇടയ്ക്ക് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്നത് ആദ്യമായാണ്. കലാമണ്ഡലം ചരിത്രത്തിൽ ആദ്യമായാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവനക്കാരെ പിരിച്ചുവിടുന്നത്. ഇതുമൂലം ഇന്നു മുതലുള്ള കലാമണ്ഡലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിലയ്ക്കും. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന താൽക്കാലിക അധ്യാപകർ, കലാവിഷയങ്ങളിലെ അധ്യാപകർ, ഓഫീസ് ജീവനക്കാർ, സെക്യൂരിറ്റി ജീവനക്കാർ, പാചക തൊഴിലാളികൾ തുടങ്ങിയ മുഴുവൻ ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുമെന്ന് ഉത്തരവിൽ പറയുന്നു. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ വിവിധ തസ്തികകളിൽ ജീവനക്കാരുടെ ഒഴിവ് നികത്താത്തത് മൂലം കലാമണ്ഡലത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി താൽക്കാലിക അധ്യാപക അനധ്യാപക ജീവനക്കാരെ നിയമിച്ചിരുന്നു. ഇവരുടെ സേവനം നിർത്തലാക്കിയാണ് വൈസ് ചാൻസലർ ഉത്തരവിറക്കിയത്.